എന്നും അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ആളാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കോമഡി കഥാപാത്രത്തിൻ്റെ ചിത്രമാണ് അദ്ദേഹത്തിന് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. എങ്കിലും സാങ്കേതിക വിദ്യ മാറ്റി പരീക്ഷിക്കുന്നതിൽ മിടുക്കൻ കൂടിയാണ് കിം. അതുകൊണ്ട് തന്നെ തിരിച്ചടിയും സർവ്വസാധാരണമാണ്. ഇപ്പോഴിതാ വീണ്ടും ചാര ഉപഗ്രഹം വിക്ഷേപിക്കാൻ ശ്രമിച്ച ഉത്തര കൊറിയയ്ക്ക് തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. വിക്ഷേപണത്തിന് പിന്നാലെ ഉപഗ്രഹം വഹിച്ച റോക്കറ്റ് തകർന്നു വീണ് ചാമ്പലായെന്നാണ് പറയുന്നത്. അമേരിക്ക, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ വിവരങ്ങൾ ചോർത്തുക ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ചാര ഉപഗ്രഹം വിക്ഷേപിച്ചത്. എന്നാൽ ഉപഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റ് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തകർന്ന് താഴെ വീഴുകയായിരുന്നു. റോക്കറ്റിലെ എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് റോക്കറ്റ് തകർന്നതെന്നാണ് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക ന്യൂസ് ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി വ്യക്തമാക്കുന്നത്. ലിക്വിഡ് ഓക്സിജൻ പെട്രോളിയം എഞ്ചിനായിരുന്നു ഉപഗ്രഹം വിക്ഷേപിക്കാനായി തയ്യാറാക്കിയ പുതിയ റോക്കറ്റിൽ പരീക്ഷിച്ചിരുന്നത്. ഉപഗ്രഹം തകർന്നതിന് പിന്നാലെ ഉത്തര കൊറിയ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ദക്ഷിണ കൊറിയ, ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങൾ യോഗം ചേർന്നിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ഉപഗ്രഹം തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ പങ്കും ഉത്തര കൊറിയ സംശയിക്കുന്നുണ്ട്. ഉത്തര കൊറിയയുടെ രണ്ടാമത്തെ ചാര ഉപഗ്രഹം ബഹിരാകാശത്തെത്തിക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത്. മറ്റ് രാജ്യങ്ങളുടെ സൈനിക വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്താനായി ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിന് ഉത്തര കൊറിയയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ടാണ് നടപടി. ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനും മിസൈലുകൾ പരീക്ഷിക്കുന്നതിനുമുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന വാദമാണ് ഉത്തര കൊറിയ ഉന്നയിക്കുന്നത്. ജാപ്പനീസ് പ്രതിരോധ മന്ത്രി മിനോരു കിഹാര വിക്ഷേപണത്തെ ലോകത്തിനാകെയുള്ള ഗുരുതരമായ വെല്ലുവിളി എന്നാണ് വിശേഷിപ്പിച്ചത്. ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ പ്രാദേശിക സുരക്ഷയെ ഗുരുതരമായി ഭീഷണിപ്പെടുത്തുന്ന പ്രകോപനമെന്നാണ് വിശേഷിപ്പിച്ചത്.